നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ എക്കാലവും വേട്ടയാടിയിരുന്ന, ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് SNC ലാവ്ലിൻ കേസ്. അത് പൊതുമധ്യത്തിൽ കൊണ്ടുവന്നത് ആദ്യ പരാതിക്കാരൻ എന്ന് പറയുന്നത് താങ്കളാണ്. പിന്നീട് ED, CBI അടക്കം വരുന്നു. തെളിവിനായിട്ട് താങ്കളെ വിളിച്ചു വരുത്തുന്നു. നിരവധി തെളിവുകൾ താങ്കൾ അവർക്കൊക്കെ നൽകി എന്നൊക്കെ പറയുന്നു ഇത്തരം അന്വേഷണ ഏജൻസികൾക്ക്. വർഷം ഇത്രയൊക്കെ പിന്നിട്ടിട്ടും ഒരു ചുക്കും പിണറായി വിജയൻ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നു. വീണ്ടും LDF 3.0 വരുമെന്നും ചിലരൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് SNC ലാവ്ലിൻ കേസിന് സംഭവിച്ചത്? താങ്കൾ എന്തുകൊണ്ടാണ് ഈ കേസിൽ പരാജയപ്പെട്ടത്? യഥാർത്ഥത്തിൽ ഇപ്പം പല ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ക്രൈം നന്ദകുമാർ കൊണ്ടുവന്ന ഈ കേസ് ക്രൈം നന്ദകുമാർ തന്നെയാണ് ഒതുക്കി തീർത്തത്. അതായത് പാർട്ടി, റിയാസിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് പ്രമുഖ നേതാക്കൾ താങ്കൾക്ക് വലിയൊരു തുക നൽകി താങ്കൾ തന്നെയാണ് ഇത് ഒതുക്കി തീർത്തത്. അത് തന്നെയാണോ യാഥാർത്ഥ്യം? അതായത് അത് തന്നെയാണോ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞ ആൾക്കാരോട് ചോദിക്കും. എൻ്റെ മുന്നിൽ 25 കോടി രൂപയുമായിട്ട് പാലക്കാട് ഉള്ള ചാക്ക് രാധാകൃഷ്ണൻ പിണറായി വിജയന് വേണ്ടി 2006 മെയ് മാസത്തിൽ എന്നെ സമീപിച്ചതാണ്. അദ്ദേഹം എന്നെ എറണാകുളം ഗോകുലം പാർക്ക് ഹോട്ടലിൽ എൻ്റെ സുഹൃത്ത് വഴി, അദ്ദേഹമാണ് വരുന്നത് എനിക്കറിയില്ല, എൻ്റെ സുഹൃത്ത് വഴി എന്നെ കാണുകയും എത്ര രൂപ വേണമെങ്കിലും തരാം, ആദ്യം 1 കോടിയിൽ നിന്ന് തുടങ്ങി പിന്നെ 25 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയും പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനത്തെ അലപലാദികളുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് എന്നെ അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടിരുത്തിയ സുഹൃത്തിനോട് വിളിച്ച് പറയുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പിണറായി വിജയന് 2006 മുഖ്യമന്ത്രി സ്ഥാനം തെറിക്കാൻ കാരണം ലാവ്ലിൻ കേസാണ്. 2005 ഫെബ്രുവരി മാസത്തിലാണ് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നുള്ള പേരിൽ ക്രൈമിൻ്റെ കവർ പേജ് സ്റ്റോറി പുറത്തിറങ്ങുന്നത്. അതിനെ തുടർന്നാണ് റിയാസിൻ്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ, കോഴിക്കോട് സ്റ്റേഡിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന റിയാസിൻ്റെ നേതൃത്വത്തിൽ അതേ സ്ഥലത്തുണ്ടായിരുന്ന ക്രൈമിൻ്റെ 2 ഓഫീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രണ്ട് ക്രൈം സ്റ്റോറി പത്രത്തിൻ്റെ ഓഫീസാണ്, രണ്ടാമത്തെ ഓഫീസ് ആർക്കും അറിയില്ല, ഒരു ബിൽഡിങ്ങിന് മുകളിൽ 3ാം നിലയിൽ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നതായിരുന്നു. കാരണം ഇത്തരം രേഖകളൊക്കെ ഉള്ളതുകൊണ്ടാണ് രഹസ്യമായി അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് പക്ഷേ ക്രൈമിൻ്റെ അപ്പോഴത്തെ ഇറങ്ങിയ ലക്കത്തിൽ ഇതാണ് മാറ്റർ എന്ന് അവർക്ക് പുറമേ നിന്ന് ഇവിടുന്ന് വിളിച്ചു പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് തമ്പടിച്ചിരുന്ന പിണറായി വിജയൻ കുഞ്ഞിരാമ പൊതുവാൾ എന്ന് പറയുന്ന അഡ്വക്കറ്റിൻ്റെ 70ാം വാർഷികത്തിന് വന്ന അദ്ദേഹം നേരെ ഈ കാര്യം തലശ്ശേരിയിൽ നിന്ന് വിവരം കിട്ടിയ ഉടനെ ക്രൈമിൻ്റെ കോപ്പികൾ അവിടേക്ക് എത്തിയിരുന്നു. മാർക്കറ്റിലെത്തിയില്ല, എങ്ങനെ മാർക്കറ്റിലെത്തി എന്ന് അറിഞ്ഞ ഉടൻ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് പിണറായി വിജയൻ ഈ ഗുണ്ടകളെ പറഞ്ഞയക്കുകയും അങ്ങനെ അവർ പ്രസ്സിൽ പോയി ഇതിൻ്റെ ഓഫീസ് സ്ഥലമൊക്കെ കണ്ടുപിടിക്കുകയും അങ്ങനെ പെട്രോളും ഡീസൽ ആയുധങ്ങളുമായി എൻ്റെ ഓഫീസ് ആക്രമിക്കുകയും അവർ അവിടെ പ്രധാനമായി ആവശ്യപ്പെട്ടത് ലാവ്ലിൻ്റെ രേഖകൾ ഇവിടെ വെച്ച് രേഖകളൊക്കെ എവിടെ വെച്ചത് എന്ന് പറഞ്ഞ് മാനേജറെ മർദ്ദിക്കുകയും അങ്ങനെ അളമാറിയിൽ നിന്ന് ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ രേഖ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാരാ തന്നത്? ഈ തന്നത് CPM-ൻ്റെ സമുന്നതനായ നേതാവാണ് ഈ ബാലാനന്ദനാണ്. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ഇതിൽ ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? കേരളത്തിലെ വിദ്യുച്ഛക്തി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 1996-97 കാലഘട്ടത്തിൽ 96 കാലഘട്ടത്തിൽ ഭരണത്തിൽ വന്ന ശേഷം EK നായനാരുടെ ഭരണകാലത്തിന് വന്ന ശേഷം ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 100.5 കോടി രൂപയ്ക്ക് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ എല്ലാ പണിയും പൂർത്തിയാകും, പ്ലസ് ആവശ്യമുള്ള മെറ്റീരിയൽ ഇറക്കും, പിന്നെ ലോൺ ആണെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടും, അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ്. 100.5 കോടി രൂപയ്ക്ക് എല്ലാം കഴിയുന്നതാണ്. എന്നാൽ പിണറായി വിജയൻ അതിന് മുമ്പായിട്ട് തന്നെ UDF ഭരണകാലത്ത് ഒരു കൺസൾട്ടൻസി കരാർ കൊടുത്തിരുന്ന SNC ലാവ്ലിൻ്റെ ഇടനിലക്കാരായ ദിലീപ് രാഹുലിനെ സമീപിക്കുകയും 1996 മെയ് മാസത്തിൽ അദ്ദേഹത്തിന് 2 കോടി രൂപ കണ്ണൂരിൽ വെച്ച് കൈമാറുകയും അങ്ങനെ അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കുടുക്കി. അദ്ദേഹം പിന്നെ വിദ്യുച്ഛക്തി മന്ത്രിയായി. അങ്ങനെ ഒക്ടോബറിൽ അദ്ദേഹം 1996 ഒക്ടോബറിൽ അദ്ദേഹം കനഡ സന്ദർശിക്കുന്നു. SNC ലാവ്ലിൻ്റെ കമ്പനി സന്ദർശിക്കുന്നു. അന്ന് ഒരു കൺസൾട്ടൻസി കരാറാണ് കൊടുത്തത് 24 കോടി രൂപയ്ക്ക്. അതായത് ഇവിടുത്തെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തുന്നതിനും നേതൃത്വം കൊടുക്കുക, അല്ലാതെ സപ്ലൈ കരാറില്ല, മെറ്റീരിയൽ ഇറക്കുമതി ചെയ്യുന്ന കാര്യമില്ല. പ്ലസ് അതിന് ലോൺ ശരിയാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളായിരുന്നു SNC ലാവ്ലിന് ഒരു MOU കൊടുത്തത്. MOU എന്ന് പറഞ്ഞാൽ എന്താ? ധാരണ.
അതിനൊരു രൂപ പോലും ഗവൺമെന്റ് കൊടുക്കാത്തത് ചവറ്റുകൊട്ടയിൽ കിടക്കുന്ന ഒരു സാധനമായിരുന്നു. കേരള ഗവൺമെന്റ് അംഗീകാരമില്ല, കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമില്ല, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അംഗീകാരമില്ലാത്തൊരു സാധനം. അത് എടുത്തിട്ട് ആ പേപ്പർ എടുത്തിട്ടാണ് പിണറായി വിജയൻ നേരെ കനഡയിൽ പോവുകയും SNC ലെവലിനായി ധാരണയാവുകയും 278 കോടി രൂപയ്ക്ക് ഇത് കരാർ കൊടുക്കുകയും ചെയ്തത്. 278 കോടി രൂപയ്ക്ക്. അതിൽ എന്തില്ല, ആഗോള ടെൻഡറില്ല, ഇഷ്ടപ്രകാരം കൊടുക്കും. 2 കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല, ഫുൾ കോറം മീറ്റിംഗ് നടത്തണം, അതുണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ കേരള ഗവൺമെന്റ് ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി അംഗീകരിക്കും, അതില്ല. കേന്ദ്ര പവർ അതോറിറ്റിന്റെ അംഗീകാരമില്ല. അങ്ങനെയാണ് 278 കോടി രൂപയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത്. അതിൽ എത്ര കോടി അധികം? 178 കോടി. ആർക്കാ കൊടുത്തത്? ഒരു ഫാക്ടറി പോലും സ്വന്തമില്ലാത്ത ഒരു കൺസൾട്ടൻസി മാത്രമുള്ള SNC ലെവലിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ഇത് കൊടുത്തത്. ഇതിലൂടെ 178 കോടി രൂപയെ അധികമായിട്ടുള്ളത്. കൂടാതെ കനേഡിയൻ ഗവൺമെന്റ് 98.3 കോടി രൂപ മലബാർ ക്യാൻസർ സെന്റർ തുടങ്ങാൻ അവർ സഹായധനം കൊടുക്കാന്ന് പറഞ്ഞു. അതിലൊരു MOU സൈൻ ചെയ്തു. അതിൽ 12 കോടി രൂപ മാത്രമാണ് FCRA ലംഘനം നടത്തി ടെക്നിക്കാലിയ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിക്ക് അയച്ചു കൊടുത്തത്. ഇപ്പോൾ നമുക്കറിയാലോ, റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സ്ഥാപനം സന്നദ്ധ സന്നാഹകരണ ലൈഫ് മിഷന് വരേണ്ട പണം യൂണിടെക്കിന് കൈമാറിയത് വഴി FCRA ലംഘനം നടത്തിയതിലാണല്ലോ ശിവശങ്കറും അതേപോലെ സ്വപ്നയും അകത്തായത്. അതിൽ പിണറായി വിജയനാണ് ഉത്തരവ് കൊടുത്തത്. പിണറായി വിജയൻ 1-ാം പ്രതിയാകേണ്ടത്. അതിലും തൊട്ടില്ല. അപ്പൊ ഇതിലും അതേപോലെ FCRA ലംഘനം നടത്തി അതിൽ 12 കോടി റുപ്യ വന്നു. 98.3 കോടി രൂപയിൽ ബാക്കി 87 കോടി റുപ്യാണ്. അതിൽ 75 കോടി രൂപ പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയത്, സിംഗപ്പൂർക്ക്. അതിന്റെ രേഖകൾ അടക്കമാണ് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ആര് കൊണ്ടുപോയത്? നമ്മുടെ റിയാസ് കൊണ്ടുപോയത്. ആ റിയാസ് കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയന്റെ അടുത്ത് നിന്ന് കോർപ്പറേഷൻ സീറ്റിൽ മത്സരിക്കാനുള്ള ഇത് കിട്ടി, ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടി അദ്ദേഹത്തിന്. പിന്നെയാണ് ബേപ്പൂര് കൊടുക്കുന്നു, മോളെ കെട്ടിച്ചു കൊടുക്കുന്നൊക്കെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ്. ഇപ്പൊ ഈ ക്രൈമിന്റെ ഓഫീസ് കത്തിച്ച് റിയാസ് കൊണ്ടുപോയ രേഖകൾ എന്തായിരുന്നു? ആ രേഖകൾ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖ. കവിയൂർ കേസിലെ MA ബേബിയുടെയും കോടിയേരി ബാലകൃഷ്ണനും പ്രതികളാണെന്നുള്ള സുപ്രധാന വിഷ്വൽ അടക്കമുള്ള രേഖകൾ. പിന്നെ ഇതിൽ കവിയൂർ ലാവലിംഗ് കേസിൽ അദ്ദേഹത്തിന് വിദേശത്തുള്ള ദുബായിലടക്കമുള്ള ഇടപാടുകളുടെ കൃത്യമായിട്ടുള്ള രേഖകൾ, അതിൻ്റെ അഴിമതിയുടെ കൃത്യമായ രേഖകൾ, ഇതൊക്കെ എനിക്ക് ഈ ബാലാനന്ദൻ നിന്നാണ്. അങ്ങനെയാണ് പിന്നെ ഈ സാധനങ്ങൾ ദിലീപിന്റെ റിയാസിനടുത്തെത്തുന്നു, റിയാസ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അതിന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി താങ്കളുടെ കൈവശം ഉണ്ടായിരുന്നു? എനിക്ക് ഈ ബാലാനന്ദൻ തന്നത് അതേപടി ഞാൻ അവിടെ വെച്ച് ഇമ്മീഡിയറ്റ് കിട്ടിയ സാധനം ഞാൻ സ്റ്റോർ ചെയ്യുന്നു. വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ച സാധനമായിരുന്നു. പ്രത്യേകമായി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒന്നും കരുതിയിട്ടില്ല, അങ്ങനെ കരുതുന്നില്ല. അവിടേക്ക് ആരും എത്തുന്നു നമ്മൾ കരുതുന്നില്ല. സൂക്ഷിച്ച് അളമാറിയിൽ സേഫ് കസ്റ്റഡിയിൽ വെച്ച സാധനമാണ്. നമുക്ക് അതിലപ്പുറത്തേക്ക് സുരക്ഷിതമായ സാധനം ഉണ്ടാവില്ല. അത്രയും രഹസ്യമായ സ്ഥലത്താണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ സാധനം കൊണ്ടുപോകുന്നു. അതിന് ശേഷം എനിക്ക് പിറ്റേ ദിവസം എൻ്റെ സുഹൃത്ത്, എറണാകുളത്തുള്ള സുഹൃത്ത് സത്യൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ഇപ്പം എനിക്ക് കോൾ വന്ന ആൾ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം എന്നെ വിളിക്കുന്നു, നന്ദകുമാറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമുണ്ട്, അതുകൊണ്ട് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു. അതോടൊപ്പം എനിക്ക് ഇൻഫർമേഷൻ തരുന്നു, പിണറായി വിജയന് ഒരു പിണറായി വിജയൻ്റെ വലങ്കൈ ഒരാൾ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് നന്ദകുമാർ വരാമോ ചോദിക്കുന്നു. അപ്പം ഞാൻ അവിടെ ചൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പം ആരാ വന്നത്? എറണാകുളത്തെ CPM-ന്റെ നേതാവും ഇവിടുത്തെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവുമായ ജേക്കബേട്ടനാണ് വന്നത്. ജേക്കബേട്ടൻ അദ്ദേഹം പറയുന്നു, മാന്യനായ ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ രേഖകൾ കിട്ടിയിട്ടാണ് പബ്ലിഷ് ചെയ്തത്. അപ്പം എന്നോട് പറയുന്നു, ഒന്ന് പിണറായി വിജയന് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പിണറായി വിജയന് അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് തരുന്നു. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത്, ആരാണ് ഇത് ചോർത്തി തന്നത്, ഈ രേഖകൾ ആരാണ് ചോർത്തി തന്നത്? ഏറ്റവും ആദ്യമായിട്ട് പിണറായി വിജയനോട് സംസാരിക്കുന്നത് അപ്പോഴാണ്. അപ്പോഴും അവസാനമായി സംസാരിക്കുന്ന അപ്പം തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരേ ഒരു ആവശ്യം എന്താ, ഈ രേഖകൾ ആരാണ് തന്നത് താങ്കൾക്ക്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് നന്ദകുമാറാണ്, ക്രൈം നന്ദകുമാർ എന്ന് പറയും. എനിക്കിതുപോലെ ധാരാളം രേഖകൾ പലരും തരുന്നുണ്ട്. അത് എന്നെ വിശ്വസിച്ചിട്ടാണ്. അവരെ ചതിക്കുന്ന പരിപാടി എൻ്റെതില്ല. അപ്പം ഞാൻ അത് പറയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എനിക്ക് 2 കാര്യങ്ങൾ താങ്കളോട് പറയാനുണ്ട്. ഞാൻ പ്രസിദ്ധീകരിച്ച രേഖകൾ സത്യമാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ രേഖകളെ സംബന്ധിച്ച് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം താങ്കൾക്ക് എൻ്റെ ഓഫീസ് കത്തിച്ചത് എന്തിനാണ്? ഞാൻ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളാണ്, സത്യസന്ധമായ വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് താങ്കൾ എൻ്റെ ഓഫീസ് കത്തിച്ച കാര്യത്തിൽ എൻ്റെ ഓഫീസ് ജീവനക്കാരെ 2 പേരെ മർദ്ദിച്ചിട്ടുണ്ട്. അവരെ മർദ്ദിച്ച കാര്യത്തിൽ ഓഫീസ് ചെയ്യേണ്ട കാര്യം മാപ്പ് പറയണം.
2 എനിക്ക് നഷ്ടപരിഹാരം തരണം. ഇത് രണ്ടാണെങ്കിൽ നമ്മളായിട്ട് ഇനി തുറന്നുള്ള സംസാരമുള്ളൂ എന്ന് പറയുന്നു. അവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. പിന്നീടാണ് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത വിവരം എനിക്ക് കൃത്യമായ വിവരം കിട്ടുകയും കൊട്ടേഷൻ ടീമിനിടുന്ന വിവരം കിട്ടുകയും അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വരികയും ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, 2005 ഫെബ്രുവരി 14 AK ബാലൻ അടക്കം പങ്കെടുത്ത ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വലിയ വാർത്ത വന്നു. സാമൂഹ്യദ്രോഹിയായ നന്ദകുമാർ കുടുംബങ്ങളടക്കം തകർക്കുന്ന രൂപത്തിൽ വാർത്ത ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ നേരിടണം എന്ന് പറഞ്ഞിട്ട് വാർത്ത വരികയാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അത് അവർ തീരുമാനിക്കുകയാണ് നന്ദകുമാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് വിവരങ്ങൾ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു, പോലീസിൽ നിന്ന് കിട്ടുന്നു, എൻ്റെ സുഹൃത്തായ രാജശേഖരനാർ തരുന്നു, മംഗളത്തിൻ്റെ എഡിറ്റർ അജിത് തരുന്നു, നമ്മളെ ജോമോൻ പുത്തമരിക്കൽ എന്നെ വിളിച്ചു പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ രാംകുമാർ അഡ്വക്കേറ്റ് രാംകുമാർ അടുത്ത് പോയിട്ട് പറഞ്ഞു ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മുൻകൂർ ഇതിന് കൊടുക്കണ്ട, ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കരുത്, പകരം ഇത് അന്വേഷിക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണം ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അതിൽ പിണറായി വിജയനാണ് എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ കോപ്പി ഞാൻ ആ പത്രക്കാർ കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു. പിറ്റേ ദിവസം വലിയ വാർത്ത വരുന്നു. എന്താ വാർത്ത വരുന്നത്? ക്രൈം നന്ദകുമാറിനെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ്റെ കൊട്ടേഷൻ ഗൂഢാലോചന നടത്തും. അതോടുകൂടി പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു? പിണറായി വിജയന്റെ നേരെ പിന്നെ കൊന്നാൽ എന്നെ തൊട്ടാൽ പിണറായി വിജയനാണ് ഉത്തരവാദി എന്ന് കൃത്യമായി വന്നതോടുകൂടി പിണറായി വിജയൻ എന്ന് പിന്മാറുന്നു. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പ്രൊട്ടക്ഷനാണ്, പിണറായി വിജയൻ്റെ പ്രൊട്ടക്ഷൻ. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിണറായി വിജയനായിരിക്കും ഒന്നാം പ്രതി എന്നുള്ളതാണ് ഹൈക്കോടതി രേഖ. അപ്പോൾ അതാണ് അത്. പിന്നെ 2, ഞാൻ പണം വാങ്ങി എന്ന് പറയുന്നത് 25 കോടി രൂപ മുന്നിലിട്ട് തരാറുണ്ട്. ഞാൻ നിൽക്കാത്ത ഒരാളാണ്. ഞാൻ എന്ത് ചെയ്തു, CBI അന്വേഷണം ഇത് കഴിഞ്ഞ അടുത്ത ദിവസം എന്നെ VS അച്യുതാനന്ദൻ വിളിക്കുകയാണ്. VS അച്യുതാനന്ദനാണ് എനിക്കറിയില്ല. VS അച്യുതാനന്ദൻ നന്ദകുമാർ അല്ലേ, ഞാൻ VS ആണ്. CBI അന്വേഷണം കൊടുക്കാൻ തയ്യാറുണ്ടോ ലാവ്ലിൻ കേസിൽ? നമ്മൾ തയ്യാറാണ്. കാരണം അവർ പറയുകയാണ് CPM പറയുന്നത് എന്താ, ഞാൻ ഇല്ലാത്ത വ്യാജമായ ആരോപണങ്ങളാണ് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ നേരിടണം എന്നുള്ള പറഞ്ഞു. എനിക്ക് സത്യം തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ രേഖകളെല്ലാം കത്തിപ്പോയി, ചിലപ്പോൾ അത് കുറേ രേഖകൾ മറ്റേ റിയാസ് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. അപ്പം നമ്മൾ എന്നോട് പറഞ്ഞു രേഖകളെപ്പറ്റി പേടിക്കണ്ട, രേഖകൾ അവിടെ എത്തിക്കോളും, നന്ദകുമാറിനെ കാണാൻ നന്ദകുമാറായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് അടുത്തു. അങ്ങനെ അടുത്ത ദിവസമാണ് എനിക്ക് PC ജോർജ് എഴുതുന്നതും കോടതി അഡ്വക്കേറ്റിന് കൊടുക്കാനുള്ള ഫീസ് അതേപോലെ രേഖകളെല്ലാം കൂടി എത്തിക്കുന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് രാംകുമാറിനെ 2005 സെപ്റ്റംബർ മാസത്തിൽ ഓണം വെക്കേഷനിൽ അദ്ദേഹം ജേക്കബ് നമ്മുടെ കിറ്റക്സിൻ്റെ അവിടെ ചികിത്സയിലിരുന്ന ആൾക്ക് ഞാൻ ഈ രേഖകൾ എത്തിക്കുന്നു. അദ്ദേഹം അവിടെ വെച്ച് തയ്യാറാക്കുന്നു. എന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ 2005 സെപ്റ്റംബർ മാസത്തിൽ കേസ് ഫയൽ ചെയ്യുന്നു. അതാണ് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ആദ്യത്തെ ഏർപ്പാട്. ഇതിലിപ്പം ED അടക്കം താങ്കളെ തെളിവിനായിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്, പല തെളിവുകളും നൽകി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാസ് വന്നിട്ട് എടുത്തുകൊണ്ടുപോയി പല രേഖകളെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്ത് തെളിവുകളാണ് EDക്ക് സമർപ്പിച്ചത്? അതായത് അതിൽ ഈ 75 കോടി രൂപ വന്നതുമായി ബന്ധപ്പെട്ട എല്ലാം എനിക്കറിയാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാമെന്ന് അത് പറയുക മാത്രമല്ല, പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇടപാടുകളുടെ രേഖകൾ എൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇത് പിണറായി വിജയന് അറിയുന്ന സന്ദർഭത്തിലാണ് എൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തുകയും മറ്റൊക്കെ ചെയ്തത്. ഇത് ഞാൻ EDക്ക് സമർപ്പിക്കുന്നു. ED എന്നെ ലാവ്ലിൻ കേസിലാണ് വിളിപ്പിച്ചത്. ലാവ്ലിൻ കേസിൽ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കേസുകളിൽ എന്താണ് ഡീറ്റെയിൽ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന് കിട്ടിയതിൻ്റെ കോപ്പി കൊടുക്കുകയാണ്. യഥാർത്ഥ രേഖകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതാണ് പിറ്റേ ദിവസം എനിക്ക് കള്ളക്കേസ് വന്നു. വീണ ജോർജിന്റെ കള്ളപ്പരാതി എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ വീട് ഓഫീസർ റെയ്ഡ് നടത്തുന്നു. ആ രേഖകളെല്ലാം അവർ കടത്തിക്കൊണ്ട് പോയി. EDക്ക് കിട്ടിയ രേഖ നേരെ അവിടെയുള്ള വേറെ ഉദ്യോഗസ്ഥൻ വഴി പിണറായി വിജയൻ എന്നെ കിട്ടി. അതിൻ്റെ അകത്ത് യാതൊരു അന്വേഷണവും പിന്നീട് മുന്നോട്ട് പോയില്ല. ഇവിടെ താങ്കൾ കാണിച്ചൊരു വലിയ അനാസ്ഥയെക്കുറിച്ച് ഇപ്പം പൊതുസമൂഹം ചോദ്യം ചെയ്യാണ്. എന്തുകൊണ്ട് ഈ രേഖകളൊന്നും താങ്കൾ സൂക്ഷിച്ചു വെച്ചില്ല? ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം ഇപ്പൊ 2ാമത്തെ തവണ അല്ല, അത് വേറെ. ഇതിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. എൻ്റെ വീട് കംപ്ലീറ്റ് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലെ എല്ലാ വഴി മൂക്കും മൂലയും എല്ലാം തപ്പി എടുത്തുകൊണ്ട് പോകുന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും സുരക്ഷിതമായി വെക്കുന്ന എൻ്റെ വീട്ടിലെ അല്ലാതെ വേറെ എവിടെയാണ് വെക്കേണ്ടത്? അതും വളരെ കൃത്യമായി സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ അരിച്ച് പെറുക്കിയിട്ടാണ് അവർ എടുത്തുകൊണ്ടുപോയത്.
അല്ല അത് ഇപ്പം പിന്നെ എനിക്ക് എന്റെ ജീവിക്കാനുള്ള അവകാശമില്ല, എനിക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലത്ത് നൽകിയത് ഒറിജിനൽ കോപ്പിയാണ് എന്റെ ഫോട്ടോ. അതിന് അവര് കൃത്യമായിട്ട് അതിനകത്ത് നടപടി എടുക്കും എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഒരു നടപടി ഉണ്ടായില്ല. ഒരു നടപടി ഉണ്ടായതിന് മാത്രമല്ല, ലാവ്ലിൻ കേസിൽ എവിടെ പോയി? അപ്പൊ ഈ എന്താണ് തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവില് ഈ വിഷയത്തിൽ വളരെ ഈസി ആയിട്ട് പിണറായി വിജയൻ ഊരിപ്പോകുന്നത് എന്ന്. അപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ അദ്ദേഹത്തെ കൊടുക്കാനുള്ള തെളിവുകൾ ഇല്ല എന്നാണോ? ശരിക്കല്ല, എന്താ പറയുക, CBI അന്വേഷണം നടന്നല്ലോ കേരളത്തിൽ. അല്ല, ഈ കാര്യത്തിൽ CBI അന്വേഷണത്തിൽ എല്ലാ രേഖകളും അവർ കണ്ടെത്തി. അതിന് വേണ്ട സഹായം ചെയ്തതൊന്നും VS അച്യുതാനന്ദനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം CBI ഉദ്യോഗസ്ഥന്മാരെ അടക്കം കണ്ടിരുന്നു. എവിടെ വെച്ച് കണ്ടിരുന്നുള്ളതൊക്കെ പിന്നീട് എൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്താം. എല്ലാ രേഖകളും കിട്ടി. CBI കേസ് ഫയൽ ചെയ്തു. പിണറായി വിജയൻ പ്രതിയായി. അതറിയാമോ? പിണറായി വിജയൻ പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചു. അതെങ്ങനെയാ സമർപ്പിച്ചത്? ആ കുറ്റപത്രം സമർപ്പിച്ച കാര്യത്തിൽ അദ്ദേഹം പ്രതിയായതും രേഖകളുള്ളതുകൊണ്ടാണ്. എല്ലാ രേഖകളും എൻ്റെ കയ്യിലൊക്കെ ഫോട്ടോ കോപ്പി അല്ലേ, ഒറിജിനൽ കോപ്പി ഔദ്യോഗിക സ്ഥലത്തു നിന്ന് അവർ എല്ലാം കോപ്പി എടുത്തു. ഗവൺമെന്റ് അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണല്ലോ എല്ലാം എടുക്കേണ്ടത്. അതുപോലെ അതോറിറ്റിയിൽ നിന്ന് എല്ലാവരും എടുത്തു. കൃത്യമായ രേഖകൾ കോടതിയിലെത്തി. എത്ര രേഖകൾ എത്തി എന്നാണ് ചോദിച്ചത്? 10,000 പേജുകളുള്ള ഡോക്യുമെന്റ് ആണ്. 181 സാക്ഷികളുണ്ട്. മൊത്തത്തിൽ 10,000 പേജുകളുള്ള ഡോക്യുമെന്റ് ആണ് കോടതിയിൽ എത്തിയത്. ഈ ബാലൻ റിപ്പോർട്ട് ഒക്കെ അടക്കമുള്ള എല്ലാ രേഖകളും എത്തി. അതിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിന് മാത്രം രേഖകൾ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അത് വലിയ കാര്യമല്ല, അതും കാര്യമാകുമായിരുന്നു. ഇതിനകത്ത് പണമിടപാടിന്റെ രേഖയായിരുന്നു. പിന്നീട് അവർ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ നിലവിലില്ല എന്നാ. പണ്ട് നിലവിലില്ല എന്നുള്ളതല്ല. ഇപ്പോൾ പിണറായി വിജയന്റെ മകൾ, അവരുടെ സ്ഥാപനത്തിന്റെ പേരെന്താ? എക്സാലോജി. അതിപ്പോ ഉണ്ടോ? ഇല്ല, അത് നിർത്തി. മുമ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉള്ളതുകൊണ്ടല്ലേ ഇടപാട് നടന്നത്. അപ്പൊ അവര് നിർത്തി. അതേപോലെ സിംഗപ്പൂരിൽ ഈ കേസുകൾ വന്നപ്പം പിണറായി വിജയൻ ആ സ്ഥാപനം നിർത്തി. ഇപ്പം ചെന്ന് അന്വേഷിച്ചപ്പോ ഇപ്പൊ സ്ഥാപനം ഇല്ല. പക്ഷെ അന്നുണ്ടായിരുന്നു. 3 വർഷക്കാലം പിണറായി വിജയന്റെ മകൻ സിംഗപ്പൂരിലായിരുന്നു. പിണറായി വിജയൻ നിരവധി തവണ സിംഗപ്പൂരിൽ പോയിരുന്നു. പിന്നെ 2 കോടി രൂപ അദ്ദേഹം കൊടുത്തതിന്റെ വ്യക്തമായ തെളിവ് ദീപക് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആള് തെളിവുകൾ സഹിതം കൊടുത്തു. ബാങ്ക് ഇടപാടുകൾ, എറണാകുളത്തെ കനറ ബാങ്കിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്ത പൈസ എല്ലാം കൊടുത്തു, ദിലീപ് രാഹുലും വഴിയുള്ളത്. അപ്പം ഈ കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള എല്ലാ രേഖകളും കോടതിയിലുണ്ട്, CBI. പക്ഷെ അത് പിന്നെ അട്ടിമറിച്ചു. തിരുവനന്തപുരത്തെ CBI ജഡ്ജ് R രഘുവിന് 5 കോടി രൂപ കൊടുത്ത് ആരാണ് എന്നോട് പറഞ്ഞ ആരാണെന്ന് അറിയാമോ? പിണറായി വിജയന്റെ അഡ്വക്കേറ്റ് MK ദാമോദരനാണ്. MK ദാമോദരൻ എൻ്റെ ഫാദർലോയുടെ ശിഷ്യനായിരുന്നു, യോഗാചാര്യ TG ചിദംബരത്തിന്റെ. MK ദാമോദരൻ എന്നെ മരിക്കുന്നതിന് മുമ്പ് എന്നോട് വിളിച്ചു വരുത്തി. ഈ തിരുവനന്തപുരത്ത് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഡിസ്ചാർജ് അനുവദിച്ചു. ആര്യ രാഘു ആവശ്യപ്പെട്ടവർക്കും അല്ലാത്തവർക്കും. അത് ഞാനാണ് ആദ്യം ഹൈക്കോടതി ചാലഞ്ച് ചെയ്യുന്നത്. പിന്നീടാണ് CBIക്ക് എത്തുന്നത്. അതില് വിധി വരുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്നെ ആര് കണ്ടിരുന്നു? MK ദാമോദരൻ കണ്ടിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ അടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ എൻ്റെ സുഹൃത്ത് വഴി വിളിച്ചു വരുത്തുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, എൻ്റെ ഫാദർലോന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് യോഗാചാര്യന്റെ. അപ്പൊ ഞാൻ ചില സത്യങ്ങൾ പറയാൻ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നന്ദകുമാർ പറഞ്ഞതെല്ലാം കൊണ്ടുപോകുന്നതെല്ലാം സത്യമാണ്. ഇതിൽ പിണറായി വിജയൻ കൃത്യമായി എഴുതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ 25 കോടി രൂപ ഇപ്പൊ ഹൈക്കോടതിയിലെ ആ ഉബൈദ് എന്ന് പറയുന്ന ജഡ്ജിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ കേസ് അട്ടിമറിയും എന്ന് പറയുകയാണ്. അങ്ങനെ ആ കേസ് തള്ളുകയാണ്. തിരുവനന്തപുരത്ത് കോടതിയുടെ നിലപാട് അതേ തന്നെ ഹൈക്കോടതി ഉത്തരവിടുകയാണ്. 2017 ഹൈക്കോടതി പറഞ്ഞത് അതാണ്. ഇതില് തെളിവുകളില്ല, പിണറായിയെ കൊടുക്കാൻ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിച്ചു എന്നുള്ളതാണ്. ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിക്കാവുന്ന തെളിവ് വിചാരണ നടത്തി. ഇത്രയും 10,000 പേജുള്ള സാധനത്തിന്റെ രേഖകൾ സാക്ഷികൾ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് അതിനുശേഷമല്ലേ തെളിവുകൾ ഉണ്ടാവില്ല എന്ന് പരിശോധിക്കാം. സഫീഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പിണറായിയെ കൊടുക്കാൻ പറ്റുന്ന തെളിവ് ഇതിൽ ഇല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തത് വേറെ രൂപത്തിലാണ്. ഡിസ്ചാർജ് ടെക്നിക്കലായി ചില വശങ്ങൾ പറഞ്ഞിട്ടാണ്. ടെക്നിക്കൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? ആ ടെക്നിക്കൽ വശങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇതിന്റെ തെളിവുണ്ടാവുന്നത്? ഇത്തരം കേസുകളിൽ വിചാരണ നടത്തി രേഖകൾ പരിശോധിച്ച് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് അങ്ങനെയല്ലേ ഇതാവുക? അങ്ങനെയാണോ കേസിൽ തെളിവുണ്ടാവുക? ഇത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോ
നിലവിൽ ഇപ്പൊ എന്താ അതായത് ഇതിനെ ഇപ്പൊ ക്ലോസ് അവിടെ ഞാൻ പറയാം, അല്ല ക്ലോസ് ചെയ്തൊരു അവിടെ ഒരു കാര്യം പറയാം. ഹൈക്കോടതിയുടെ തീരുമാനം ഞാനൊരു കാര്യം കൂടെ പറയാം. അല്ല, ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ നിലവിൽ. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് വാദം നടന്ന് വിധി പറയുമ്പം മാത്രമാണ് ഇതുണ്ടാവുള്ളൂ. ഇപ്പൊ തൽക്കാലം കേസ് സുപ്രീം കോടതിയിലുണ്ട്. ആ സുപ്രീം കോടതിയിൽ വാദം നടന്നിട്ടില്ല. എത്ര വർഷമായി? ബാലകൃഷ്ണ പിള്ള കേസിൽ സുപ്രീം കോടതി എന്താണ് വിധി അറിയാമോ? ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എത്രയും വേഗം വിചാരണ നടത്തി വിധി പറയണം എന്നാണ്. 3 മാസത്തേക്ക് ബാലകൃഷ്ണ പിള്ള കേസിൽ ബാലകൃഷ്ണ പിള്ളയെ ശിക്ഷിച്ചു. VS അച്യുതാനന്ദൻ ബാലകൃഷ്ണ പിള്ള കേസ് ജസ്റ്റിസ് സദാശിവമായിരുന്നു, മുമ്പത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ഇവിടുത്തെ ഗവർണറായിരുന്നു അത് വിധി പറഞ്ഞിരുന്നത്. ആ വിധി ഉണ്ടായിരിക്കെ ഇത്രയും കാലമായിട്ട് സുപ്രീം കോടതി കേസ് എടുക്കാതിരിക്കുന്ന ആരറിയോ? കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ്. സോളിസിറ്റർ ജനറൽ ഓരോ തവണയും വന്ന് പറയുകയാണ്, അവിടെ വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് സമയമില്ല, മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ട് 80 തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതി കേസ് ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ? സ്വർണ്ണക്കളക്കടത്ത് കേസ് നടന്നില്ല, നയതന്ത്ര പാക്കേജ്. എന്താ അതിനകത്ത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? കെ സുരേന്ദ്രനല്ലേ അദ്ദേഹം മുഖ്യ കുറ്റവാളിയാണെന്ന് പറഞ്ഞത്? നരേന്ദ്രമോദി പറഞ്ഞില്ലേ? അമിത്ഷാ പറഞ്ഞില്ലേ? അദ്ദേഹം ഇൻവോൾവ് ആണെന്ന് പിന്നെ കസ്റ്റംസ് ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിലില്ലേ? സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലേ? അദ്ദേഹത്തെ ഇന്ന് വരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അടുത്തത് അതേപോലെ തന്നെയല്ലേ ഡോളർ റിവേഴ്സ് ഹവാല കേസ്. ഇവിടെ 100 കോടി ഡോളർ കടത്തി അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതിന്റെ കേസ്. അതിൽ വ്യക്തമായി തെളിവല്ലേ? 164 സ്റ്റേറ്റ്മെന്റില്ലേ? എന്താ തൊടാത്തത്? ഇതേപോലെയല്ലേ ലൈഫ് മിഷൻ തട്ടിപ്പ്? അത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വളാഞ്ചേരി പ്രളയ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഫ്ലാറ്റ് നിർമ്മിക്കാനുള്ള 19 കോടി വന്നത്. 9 കോടി തട്ടി. അതിൽ 1 കോടി ആർക്ക് വേണ്ടിയിട്ടാ? മകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിൽ ശിവശങ്കറും സ്വപ്നയും അകത്തായി. എന്തേ പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കരിമണൽ കടത്തിൽ മകള് ഇൻവോൾവ് ആണെന്ന് കൃത്യമായി കോടതി രേഖയുണ്ടായിട്ടും മകളെ തൊടാത്തത്? കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ്. ഈ കണ്ട കാലം എല്ലാം അവരെ സംരക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് BJPക്ക് കേരളത്തിൽ എന്ത് ഗുണമുണ്ടായി? അത് BJPയോട് ചോദിക്കണം. BJPയോട് ചോദിക്കണം എന്തുകൊണ്ട്. അതിനെ RSS നേതാവായ ശ്രീ നന്ദകുമാർ പറഞ്ഞത് തൊടില്ല എന്നാണ്. പിണറായി വിജയനെ തൊടില്ല എന്നാണ്. അദ്ദേഹം ഞാൻ 2 ദിവസം മുമ്പ് നടത്തിയ ഇന്റർവ്യൂ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പിണറായി വിജയനെ തൊടുകയില്ല, അദ്ദേഹത്തിന്റെ എതിരാവില്ല. പിണറായി വിജയനെ അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ എന്താണ് ഗുണം? ഒരു ഗുണവുമില്ല. അവർ കണക്കൂട്ടുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം വരും, കോൺഗ്രസ് തകർന്നു പോകുന്നതാണ്. വെഡ്ഡികളുടെ ലോകത്തിലാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കലേ ഇലക്ഷൻ റിസൾട്ടുകൾ. BJP ഇതുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കല്ലേ? BJPക്ക് എന്നോ പിടിച്ച് അകത്താക്കാവുന്ന ആൾക്കാരാണ് ആര്? ഈ പറയുന്ന പിണറായി വിജയനും മകളും ഒക്കെ തന്നെ. കാരണം കൃത്യമായ രേഖകളാണ്, തെളിവുകളാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അല്ല, BJP ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്നുമില്ലാതെ പല ആളുകളെയും അകത്താക്കുന്നുണ്ട്. അത് സത്യമാണ്. അപ്പൊ തെളിവുകളുള്ള ഉണ്ടെന്ന് പറയുന്നത് നന്ദകുമാർ പറഞ്ഞു, തെളിവുകളുണ്ട് പക്ഷെ തൊടില്ല എന്നുള്ളത്. RSSന്റെ സമുന്നതനായ നേതാവാണ്, ഇതെല്ലാം പഠിക്കുന്ന ഒരാളാണ്. RSSന്റെ നേതാവായ ശ്രീ നന്ദകുമാർ, EN നന്ദകുമാർ. അദ്ദേഹമായി 2 ദിവസം മുമ്പല്ലേ ഞാൻ ഇന്റർവ്യൂ നടത്തിയത്. ആ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം കമന്റ് ബോക്സിൽ തന്നെ ഇതിനകത്ത് കൊടുക്കാം, കാണികൾ കാണട്ടെ. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? പിണറായി വിജയനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എന്താ ഉണ്ടാവില്ല? കോൺഗ്രസ് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. അപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന അവസ്ഥയെത്തി. പിണറായി വിജയന് ഇനി ആവശ്യമില്ല, ഇത് കഴിഞ്ഞാൽ പിടിച്ചകത്താക്കും. യഥാർത്ഥത്തിൽ ഈ SNC ലാബനിൽ കേസിൽ ഈ സുപ്രധാന തെളിവുകൾ ഉണ്ടല്ലോ, രേഖകൾ, അത് ശരിക്കും ആരാണ്? ബാലാനന്ദൻ തന്നെയാണോ തരുന്നത് താങ്കൾക്ക്? ആദ്യം ഈ ബാലാനന്ദനാണ് തന്നത്. അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല, പിണറായിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ബാലാനന്ദനോട് പറഞ്ഞു, താങ്കളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവസാനം വരെ പോരാട്ടം നടത്തണം എന്നാണ്. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ പോരാട്ടം നടത്തി. സുപ്രീം കോടതിയിലടക്കം ആദ്യം കേസ് ഇതല്ല, വേറെ പ്രോസിക്യൂഷൻ പെർമിഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു 2010. അതിൽ ഞാൻ മാത്രമാണ് എതിർഭാഗം. എൻ്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായി വിധി വന്നു, വിചാരണ തുടങ്ങാൻ വേണ്ടി പറഞ്ഞു, പ്രോസിക്യൂഷൻ അനുമതി കിട്ടി സുപ്രീം കോടതിയിൽ നിന്ന്. പക്ഷേ എന്ത് തന്നെ ആയാലും കോടതിക്ക് വേണ്ടത് തെളിവുകൾ തന്നെയാണ്. അതൊരു പക്ഷേ പ്രതി മനഃപൂർവ്വം ഇല്ലാതാക്കിയതോ ഒരു പക്ഷേ അതിൽ തെളിവ് തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ ദിലീപിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാലോ,
അദ്ദേഹം ഇവിടെ എങ്ങനെയാണ് ഊരി വന്നത്? കൃത്യമായ തെളിവ് ഇല്ലാത്തത് കൊണ്ടാണ് ദിലീപിന് ഊരി വരാൻ പറ്റിയത്. ഇവിടെ അങ്ങനെയല്ല. തെളിവുകളുടെ ആവശ്യത്തിലധികം കൂമ്പാരം ഈ ഇതിലുണ്ട്. വീണ്ടും അന്വേഷണം നടത്താൻ ഞാൻ തെളിവ് അന്വേഷണത്തിന് കൊടുത്തു. അത് കണ്ടുപിടിച്ചു. 2 കോടി റുപ്യ ആദ്യം കൊടുത്തതിന്റെ. ഇപ്പൊ ഇഡിക്ക് താങ്കൾ സമർപ്പിച്ചു എന്ന് പറയുന്ന തെളിവുകൾ, രേഖകൾ, അതെന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് അത് പോസ്റ്റ് ചെയ്യാത്തത്, ആളുകൾക്ക് പങ്കുവെക്കാത്തത്? അതിന്റെ രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് വിദേശത്തുള്ള ഇടപാടുകളുണ്ട്. ഞാൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതായത് പിറ്റേ ദിവസം എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ലല്ലോ. എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നൊന്നും ഞാൻ കരുതിയില്ല. എൻ്റെ രേഖകൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടില്ല. ആ രേഖകൾ നഷ്ടപ്പെട്ടു പൂർണ്ണമായിട്ട്. അല്ലായിരുന്നു 10,000 കോടി പിണറായി വിജയൻ എന്താണ് എനിക്കതൊരു നിയമ നോട്ടീസ് പോലും അയക്കാത്ത? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം ഞാൻ 2005 മുതൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ, എൻ്റെ ഓഫീസ് ആക്രമിച്ച എല്ലാം ഉണ്ടായി. ഓഫീസ് ആക്രമിക്കുന്നത് നിയമപരമാണോ? ആണോ? അല്ല. ഭീരുക്കളെ ലക്ഷണമല്ലേ? തൻ്റെ ഇടമുള്ള നട്ടലുള്ള ആണാണെങ്കിൽ അത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചോ? ഭീരുക്കളെ ലക്ഷണമല്ലേ കാണിച്ചത്? എന്നെ കള്ളക്കേസിൽ പിടിക്കുക, അറസ്റ്റ് ചെയ്തതെല്ലാം തന്നെ നിയമവിരുദ്ധം. എന്നെ ഓഫീസിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പോലീസിനെ കൊണ്ട് രേഖകൾ കടത്തിക്കൊണ്ടുപോയ നിയമവിരുദ്ധമായ കാര്യം. ഇപ്പൊ ഈ ഓഫീസ് കത്തിച്ച വിഷയത്തില് നിലവിലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അന്ന് അറസ്റ്റ് ചെയ്ത് എൻ്റെ ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ 25 ദിവസം ജയിലിൽ കിടന്നു. ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ നിയമപരമായി എന്തുകൊണ്ട് നേരിടുന്നില്ല? ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു, ഇത്രയും ഫൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ എന്താ വരാത്തത്? അതല്ലേ ആണത്തെന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരു തരത്തിലും വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ നിയമപരമായി നേരിടൂ. അദ്ദേഹത്തോട് പറഞ്ഞ എന്താ, അന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തോ. താങ്കൾക്ക് പിണറായിയോട് മാത്രം വല്ലാത്ത വൈരാഗ്യം. പിണറായിയോട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവരൊക്കെ പല രീതിയിലുള്ള അഴിമതികൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും പിണറായിക്കെതിരെ മാത്രം പോരാട്ടം നയിക്കണം എന്ന് പറയുന്ന അതിന് പിന്നിൽ എന്താണ്? പിണറായിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള കേരളത്തിലെ സുപ്രധാനമായ നേതാക്കന്മാരെയും മതനേതാക്കന്മാരെയും കുറിച്ച് വാർത്ത തെളിവുകൾ സഹിതം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അഭയ കേസിൽ 1998 ഈ പറയുന്ന പ്രതികളെല്ലാം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അത് പ്രതികളാണെന്നും പറഞ്ഞ് ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിച്ച ആളാണ് ഞാൻ. 2010 CBI കൊണ്ടുവന്നത്. എന്തിന്? ഐസ്ക്രീം പറഞ്ഞ കുഞ്ഞാലിക്കുട്ടീൻ്റെ കാര്യത്തിൽ എത്ര തവണ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തുടങ്ങിയിട്ട് നിരവധി കേസുകളിൽ എന്തൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. എന്തിന്? സരിതാ നായരുടെ എല്ലാ വിവരങ്ങളും ക്രൈമല്ലേ പുറത്തു കൊണ്ടുവന്നത്, കൊലപാതകം അടക്കം. അപ്പോൾ ഈ പിണറായി എന്ന് പറയുന്നത് അതിനകത്ത് ഒന്ന് മാത്രമാണ്. പിണറായി പറ്റി വന്നപ്പോൾ മാത്രമാണ് എൻ്റെ ഓഫീസ് ആക്രമണം ഉണ്ടായത്. പി ശശിയെ പറ്റി വന്നപ്പോഴാണ് ഇന്ന കള്ളക്കേസ് കൂടി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. അപ്പം പിണറായി എന്ന് പറയുന്ന ആള് അതുവരെ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു? വലിയ വിഗ്രഹമായിരുന്നു. ഇതിലിപ്പം കമല ഇന്റർനാഷണൽ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് പിണറായിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള എന്തോ സ്ഥാപനമാണ്. എന്താണ് യഥാർത്ഥത്തിൽ കമല ഇന്റർനാഷണൽ? കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇവിടെ എക്സാലോജിക് മാതിരി ഒരു കമ്പനി സിംഗപ്പൂർ ബേസ് ചെയ്ത് തുടങ്ങിയതാണ്. മകനാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. സിംഗപ്പൂർ ഇവർക്ക് 75 കോടി രൂപ ഇവിടുന്ന് പിന്നെ വിദേശത്തുനിന്ന് ഈ ഇതുണ്ടല്ലോ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട പണമാണ് അവിടേക്ക് വന്നത്. ഫിസിക്കലി ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? സിംഗപ്പൂരിൽ ഇവര് നിരന്തരം പോയല്ലോ. ഇവര് യാത്ര പോയല്ലോ കുടുംബസമേതം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഇല്ല. കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്തിനാണ് ഉണ്ടാക്കിയത്? കടലാസ് സംഘടന. എന്തിനാണ്? അത് അവർക്ക് ഫണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എങ്ങനെ എക്സാലോജിക്കില് എന്താവശ്യം? ഇതേപോലെ ഒരു ഷെൽ കമ്പനി ഉണ്ടാവുകയാണ്. ഷെൽ കമ്പനി എന്തിനാ? കള്ളപ്പണ ഇടപാടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 75 കോടി അവിടെ വരുന്നത്. അത് തിരിച്ചിട്ട് 75 കോടി പസഫിക് കൺട്രോൾസിലേക്ക് മാറ്റി. പസഫിക് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ആരേതാ അറിയോ? പിണറായി വിജയന്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന ദിലീപ് രാഹുലിന്റെ കമ്പനിയാണ്. പക്ഷെ അയാൾ പൈസ കൊടുത്തില്ല. പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യം സന്ദർശിച്ച എവിടെ അറിയോ? പസഫിക് കൺട്രോളിന്റെ ദുബായിൽ ഓഫീസ്. ആളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ചിത്രയുടെ കുട്ടി മരണപ്പെടുന്നത്. SNC ലാവ്ലിൻ കേസിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ്, ഒരു ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആരും കരുതാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന രേഖ പുറത്തു വരുമെന്ന് പറഞ്ഞത് സത്യമാണ്. എല്ലാം പുറത്തു വരും. അധികം താമസിയാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം വേദന നടക്കും. ഭരണം നഷ്ടപ്പെടുന്ന പിണറായി വിജയനെ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമില്ല എന്നറിയാമോ? ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്
ഒരു വിലയും പിന്നെ ആരുണ്ടാവില്ല, ഭരണത്തിൽ നഷ്ടപ്പെട്ടാൽ ആർക്കുണ്ടാവില്ല, പിണറായി വിജയൻ ഉണ്ടാവില്ല. അപ്പൊ പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതി വരും, ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയിലേക്ക് വരും, അപ്പോൾ ബാക്കി പലതും വരും. പക്ഷെ വേണ്ടത് രേഖ തന്നെയാണ്. രേഖയെല്ലാം കോടതിയിലുണ്ട് ആവശ്യത്തിനധികം, അതിലപ്പുറത്തേക്കുള്ള രേഖകളും പുറത്തു വരും.